ആശ്ചര്യമേതു ആരാൽ വർണ്ണിച്ചിടാം, ആശ്ചര്യമേതു ആരാൽ വർണ്ണിച്ചിടാം. കൃപയേ 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 കൃപയേ. ചിന്തിയല്ലോ സുന്ദരക്തമെനിക്കായി, ചിന്തിയല്ലോ സുന്ദരക്തമെനിക്കായി. ചന്തം ചിന്തും തിരുമേനിയൻ പേർക്കായി, ചന്തം ചിന്തും തിരുമേനിയൻ പേർക്കായി. സ്വന്തമായ എല്ലാറ്റേയും വെടിഞ്ഞു, സ്വന്തമായ എല്ലാറ്റേയും വെടിഞ്ഞു. ബന്ധമില്ലാത്ത ഈ ഏഴയോർത്തു, ബന്ധമില്ലാത്ത ഈ ഏഴയോർത്തു. വീണ്ടെടുത്തു എന്നെയും എന്നെയും എന്നെയും, വീണ്ടെടുത്തു എന്നെയും എന്നെയും എന്നെയും. ഉറ്റവർ വീട്ടിടവേ പ്രാണനാഥൻ, ഉറ്റവർ വീട്ടിടവേ പ്രാണനാഥൻ. ദുഷ്ടന്മാർക്കോ തിടവേ തൻ വിലാവിൽ, ദുഷ്ടന്മാർക്കോ തിടവേ തൻ വിലാവിൽ. സഖി പോലും ഏറ്റുകൊള്ളുവാനായി, ഉറ്റ സഖി പോലും ഏറ്റുകൊള്ളുവാനായി. ഇഷ്ടമില്ലാതായല്ലോ അത്ഭുതം അത്ഭുതം, ഇഷ്ടമില്ലാതായല്ലോ അത്ഭുതം അത്ഭുതം. ആശ്ചര്യമേതു ആരാൽ വർണ്ണിച്ചിടാം, ആശ്ചര്യമേതു ആരാൽ വർണ്ണിച്ചിടാം. കൃപയേ 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 കൃപയേ. പ്രൈസ് ദി ലോർഡ്. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനന സംബന്ധിയായി ഒരു അത്ഭുതകാര്യം ഞാനിവിടെ വെളിപ്പെടുത്തുകയാണ്. ജനനം കൊണ്ട് തന്നെ പ്രപഞ്ചത്തെ അത്ഭുതപ്പെടുത്തിയ ഒന്നായിരുന്നു യേശു കർത്താവിൻ്റെ പ്രസവം. ഭയങ്കരവും അതിശയകരവുമായിട്ടാണ് യേശുവിനെയും ദൈവം സൃഷ്ടി ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒന്നാമത്തെ കാര്യം, പാപികളായി തീർന്ന മനുഷ്യരാശിയെ രക്ഷിപ്പാൻ പാപമില്ലാത്തവനായി യേശു ഇവിടെ അവതരിച്ചെങ്കിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അതെ, മനുഷ്യരാശിയെ സംബന്ധിച്ച് ദാവീദിൻ്റെ നിലവിളിയും പൗലോസിൻ്റെ പ്രസ്താവനയും നാം കേട്ടു. ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു എന്ന് ദാവീദും, പ്രകൃതിയാൽ നാമെല്ലാം കോപത്തിൻ്റെ മക്കളെന്നും പൗലോസ് അപ്പോസ്തലൻ വിതുമ്പുമ്പോൾ നാം ജന്മനാ ജായതേ ശൂദ്ര എന്ന് പറയത്തക്ക വിധത്തിൽ ജനനം കൊണ്ട് തന്നെ നാം എല്ലാവരും
അശുദ്ധരായി തീർന്നു എന്നാണ്. പാപത്തിൻ്റെ ശമ്പളമാണ് പ്രസവം. മോഹം ഗർഭം ധരിച്ചു പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ പെറുന്നു എന്നാണ് യാക്കോബ് അപ്പോസ്തലൻ അത് സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളതെങ്കിലും അതിൻ്റെ ആഴമായിരിക്കുന്ന സത്യത്തിലേക്ക് നാം ആരും ഇതുവരെ ഊളിയിട്ടിട്ടില്ല. ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ മോഹം ജനിക്കുന്നത് അവനിൽ പാപമുള്ളത് കൊണ്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, പാപം എന്ന് പറയുന്ന സെക്സ് അവനിൽ പ്രവേശിച്ചപ്പോൾ സ്വന്തം സഹോദരിയായ ഹവ്വയെ കണ്ടപ്പോൾ അവനിൽ അരുതാത്തത് തോന്നി. അവളെ ലൈംഗികമായി ഉപയോഗിക്കാനുള്ള താല്പര്യം അവനിൽ പൊന്തി വന്നു. കാരണം വിലക്കപ്പെട്ട കനിയുടെ സത്ത് അവൻ്റെ ഉള്ളിൽ, ഇരുവരുടെയും ഉള്ളിൽ ഇപ്പോൾ വ്യാപൃതമാണ്, സംശയമില്ലല്ലോ. അങ്ങനെ നാം എല്ലാവരും പാപത്തിലും അകൃത്യത്തിലും ഇങ്ങനെ പെറ്റി പെരുകിയിരിക്കുന്ന വേളയിലാണ് മാനവരാശിയെ രക്ഷ ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം യേശുവിനെ ഇങ്ങോട്ട് അയച്ചത്. അങ്ങനെ പാപികളായ മോഹികളായ മനുഷ്യരാശിയെ രക്ഷിക്കണമെങ്കിൽ യേശു ക്രിസ്തു ദിവ്യനായി അത്ഭുതവാനായി ജനിക്കണം. അതിനെ സംബന്ധിച്ച് ബൈബിൾ പറയുന്നത് അവൻ സ്ത്രീയുടെ ഇഷ്ടത്താലല്ല പുരുഷൻ്റെ ഇഷ്ടത്താലും അല്ല എന്നാണ്. അപ്പോൾ സ്ത്രീയും പുരുഷനും താല്പര്യപ്പെട്ട് ഒരു ജനനം യേശു സ്വീകരിച്ചിരുന്നു എങ്കിൽ അവനും മോഹിയായി പാപിയായി തീരുമായിരുന്നു എന്നുള്ള കാരണത്താൽ സ്ത്രീയുടെയും പുരുഷൻ്റെയും താല്പര്യം അതിൽ നിന്ന് ഒഴിവാക്കിയിട്ട് സ്വർഗത്തിലെ ദൈവം പരിശുദ്ധ കന്യാമറിയാമിനെ തിരഞ്ഞെടുക്കുകയാണ്. അവളുടെ ഗർഭപാത്രം ഒരു വാടക വീടായി സ്വർഗത്തിലെ ദൈവം സ്വീകരിക്കുകയാണ്. ആ വീട്ടിൽ പുരുഷൻ്റെ താല്പര്യമില്ലാതെ സ്ത്രീയുടെ ഇച്ഛയില്ലാതെ ഇതാ ജനിക്കുന്നു. പ്രത്യേകമായി ബൈബിളിൽ നമ്മൾ വായിക്കുന്നുണ്ട്, മറിയ പ്രസവിക്കുന്നതുവരെ ജോസഫ് അവളെ പരിഗ്രഹിച്ചില്ല എന്ന്. അങ്ങനെ വലിപ്പവും തികവുമുള്ള ഒരു വിശേഷ പാത്രത്തിൽ യേശു ഭൂജാതനായി എന്ന് എബ്രായ ലേഖനത്തിൽ പൗലോസും പറയുന്നുണ്ട്. അങ്ങനെ പിറന്നപ്പോൾ മനുഷ്യജന്മത്തിൽ നിന്നൊരു വ്യത്യാസം, അല്ലെങ്കിൽ സാധാരണ സ്ത്രീകളുടെ പ്രസവത്തിൽ സംഭവിക്കുന്നത് പോലെ ഒന്നും നമ്മുടെ കർത്താവിനെ പ്രസവിച്ചപ്പോൾ മറിയയ്ക്ക് ഉണ്ടായില്ല എന്നുള്ളത് വിശേഷവിധിയായി പ്രവാചകൻ കാലേകൂട്ടി പറഞ്ഞിട്ടുണ്ട്. യെശയ്യാവിൻ്റെ പ്രവചനം 66-ാം അധ്യായത്തിൽ നോവ് കിട്ടും മുൻപേ അവൾ പ്രസവിച്ചു, വേദനപ്പെടും മുൻപേ അവൾ ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. നമ്മൾ വായിക്കുന്നുണ്ട്. ഈ വക ആര് കേട്ടിട്ടുള്ളൂ? ഇത് എങ്ങനെ സംഭവിച്ചിട്ടുള്ളൂ? യെശയ്യാ പ്രവചനത്തിൽ പ്രവാചകൻ പറയുകയാണ്, നോവ് കിട്ടും മുൻപേ അവൾ പ്രസവിച്ചു, വേദന വരും മുൻപേ അവൾ ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. താഴോട്ട് വായിക്കുമ്പോൾ നമുക്കറിയാം, ഇസ്രായേൽ ജനത്തിൻ്റെ പൊതുവായുള്ള ഒരു പ്രസവം സംഭവിച്ചിട്ടുണ്ട് ചരിത്രത്തിൽ. പ്രസവിക്കാറായ സ്ത്രീ പ്രസവിച്ച ഉടനെ നോവുകുട്ടി നിലവിളിക്കുന്ന ഒരു ഇസ്രായേൽ മാതാവിനെ കാണാം. എന്നാൽ അതിൽ നിന്ന് വിഭിന്നമാണ് യേശുവിൻ്റെ മാതാവായ മറിയയുടെ കാര്യം. അവൾ വേദനപ്പെട്ടില്ല, അവൾക്ക് നോവ് കിട്ടിയില്ല എന്നാണ് കാലേകുട്ടി പ്രവാചകൻ എഴുതി തള്ളിയിരിക്കുന്നത്. നോക്കുക, ഇതിനെ സംബന്ധിച്ച് തിയോളജിയനായിരിക്കുന്ന ലൂക്കോസ് സകലവും സമസ്തമായി വിശദമായി പരിശോധിച്ചതിന് ശേഷമാണല്ലോ ലൂക്കോസ് സുവിശേഷം എഴുതിയിരിക്കുന്നത്. അത് ശ്രീമാനായ തെയോഫിലോസ് എന്ന മറ്റൊരു തിയോളജിയനെ ഉദ്ദേശിച്ച് എഴുതിയതാണ്. ആ സുവിശേഷം ഇങ്ങനെ വായിച്ചു വരുമ്പോൾ അവരവിടെ ഇരിക്കുമ്പോൾ മറിയയ്ക്ക് പ്രസവത്തിനുള്ള കാലം തികഞ്ഞു. എന്നിട്ട് അവൾ ഒരു കുട്ടിയെ പ്രസവിച്ചു.
വഴിയമ്പലത്തിൽ സ്ഥലമില്ലായകയാൽ പശുത്തൊട്ടിയിൽ കിടത്തിയെന്ന് മാത്രമേ ലൂക്കോസ് സുവിശേഷത്തിൽ വായിക്കുന്നുള്ളൂ. ന്യായമായും ഒരു പ്രസവവേദന ഉണ്ടായി എന്നോ ഭർത്താവായ യോസേപ്പ് ഒരു സൂതികർമ്മിണിയെ അന്വേഷിച്ച് അവിടെ ഉത്സവം കൊടിമ്പിരിക്കൊണ്ടിരിക്കുകയാണ്, അതിനിടയിൽ കൂടി ഓടിയെന്നോ ഒന്നും എഴുതിയിട്ടില്ല. ഇതൊരു അത്ഭുതമായ ദൈവത്തിൻ്റെ ഇടപെടലാണ്. ആ ബഹളത്തിനിടയിൽ ഉത്സവപ്പറമ്പിൽ മനുഷ്യൻ ക്രയവിക്രയത്തിന് വേണ്ടി ബന്ധപ്പെട്ട് ഓടുമ്പോൾ അവിടെയെല്ലാം നിറഞ്ഞുപോയി, മുറികളെല്ലാം ഫില്ല്. മുറികളൊന്നും കിട്ടിയില്ല. പെട്ടെന്ന് അവിടെ എഴുതിയിരിക്കുന്നു, കർത്താവായ യേശു ക്രിസ്തുവിനെ പ്രസവിച്ച് കൈക്കുമ്പിളിൽ താങ്ങിയെടുത്ത് ജോസഫ് വന്നപ്പോൾ മറിയ അവനെ പശുത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന കാഴ്ച നോക്കുക. പ്രവാചകൻ്റെ അത്ഭുതകരമായ പ്രസ്താവന അവിടെ നിറവേറി. ഒരു ബഹളമില്ലാതെ, ശല്യമില്ലാതെ, വേദനയില്ലാതെ. പ്രത്യേകം എടുത്ത് പറയേണ്ടതാണ്, വേദനയോടെ നീ മക്കളെ പ്രസവിക്കുമെന്നുള്ള ശാപത്തിൽ നിന്ന് ഒഴിവുള്ളവനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെയും മറിയ ഇതാ പ്രസവിച്ച് കിടത്തിയിരിക്കുന്നു. ഇതൊരു വലിയ മർമ്മമാണ് പ്രിയരെ. യേശുവിനെ പ്രസവിച്ചപ്പോൾ മറിയയ്ക്ക് പ്രസവവേദന ഉണ്ടായില്ല എന്നുള്ളത് വസ്തുനിഷ്ഠം. അവൾ യോഹന്നാസ്നാവൻ്റെ അമ്മ എലിസബത്തിനെ കാണുവാൻ ഓടുന്ന ഓട്ടം നാം കാണുന്നു. അവിടെ ചെന്നപ്പോൾ എലിസബത്തുമായുള്ള കൂടിക്കാഴ്ചയിൽ ഇവരൊന്ന് ആഹ്ലാദിച്ചു, വളരെ സന്തോഷിച്ചു. എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരുവാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്നും ഉണ്ടായി എന്നാണ് എലിസബത്ത് ചോദിക്കുന്നത്. കാരണം എലിസബത്തിൻ്റെ പ്രസവം ഇത് തമ്മിൽ 6 മാസത്തെ വ്യത്യാസമുണ്ടെന്ന് നിങ്ങൾക്കറിയാം. സാധാരണ പ്രസവമായിരുന്നു. യോഹന്നാനെ പ്രസവിച്ചപ്പോൾ എലിസബത്തിന് സാധാരണ സ്ത്രീകൾക്ക് സംഭവിക്കുന്നത് പോലെയുള്ള പ്രസവവേദനയും എല്ലാം ഉണ്ടായി. എന്നാൽ യേശു അതിൽ നിന്നൊക്കെ വ്യത്യസ്തനായി പാപത്തിൻ്റെ ശമ്പളമായ പ്രസവവേദനയെ ദൂരീകരിച്ചുകൊണ്ട് സുഖകരമായൊരു പ്രസവം ദൈവം അതുകൊണ്ടാണ് മറിയയെ സംബന്ധിച്ചത് എഴുതുമ്പോൾ വിശദമായി അന്വേഷണം ലൂക്കോസ് നടത്തിയിട്ട് പ്രാർത്ഥിച്ചപ്പോഴാണ് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 66-ാം അധ്യായത്തിൽ ഈ വാക്യം, ഞാൻ പറഞ്ഞ വാക്യം, നോവ് കിട്ടും മുൻപേ അവളൊരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു, വേദനപ്പെടും മുമ്പേ അവൾ പ്രസവിച്ചു. നോക്കുക, എന്തൊരു അത്ഭുതകരമായ ബൈബിൾ പ്രസ്താവന. ഇത് നാം അറിഞ്ഞിരിക്കണം. യേശുവിനെക്കുറിച്ച് പ്രസംഗിക്കുന്ന ഇടത്തെല്ലാം ഈ അത്ഭുത സത്യം. നമ്മുടെ കർത്താവ് ഈ ലോകത്തിൽ വന്നപ്പോൾ വിവാഹമൊന്നും കഴിച്ചില്ല. അതൊരു അത്ഭുതമല്ലേ? ആർക്കും വേണ്ടി ഒരു കല്യാണം ആലോചിച്ചില്ല. ആരുടെയെങ്കിലും ഒരു വിവാഹം അദ്ദേഹം നടത്തി കൊടുത്തിട്ടുള്ളതായും നമ്മൾ ബൈബിളിൽ വായിക്കുന്നില്ല. എന്നാൽ കാനാവിലെ കല്യാണ വീട്ടിൽ പോയി അവിടുത്തെ ആ ഇല്ലായ്മയും വല്ലായ്മയും പരിഹരിക്കുവാൻ വെള്ളത്തെ വീഞ്ഞാക്കി കൊടുത്തുകൊണ്ട് ആ മംഗല്യ മഹോത്സവ വേദി മധുര ഉദാരമാക്കി തീർക്കുകയായിരുന്നു കർത്താവ് ചെയ്തത്. നോക്കുക, അതുകൂടാതെ കർത്താവിൻ്റെ മുൻപിൽ വലിയ പ്രത്യേകതകളുണ്ട് പ്രിയരെ. കർത്താവ് ഈ ലോകത്തിലായിരുന്ന കാലഘട്ടത്തിൽ 25 കോടി ജനം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. കർത്താവ് ധാരാളം മരണ വീടുകളിൽ പോയി കാണാം, ക്ഷണിക്കും. പക്ഷേ അവിടെ ചെന്നിട്ടും ആ ശവശരീരം എടുത്ത് കുഴിച്ചിട്ടതായിട്ട് എങ്ങും വായിക്കുന്നില്ല. കാരണം അവന് ദൈവപുത്രനാകുമ്പോൾ അവൻ്റെ മുന്നിൽ വരുന്ന സകല ശവശരീരങ്ങൾ എഴുന്നേറ്റ് ഓടുക, അല്ലെങ്കിൽ ഓടിച്ച് വിടുകയാണ്. നൈൻ പട്ടണത്തിൽ ചെന്നപ്പോൾ കണ്ടില്ലേ സംഭവം? കർത്താവ് കൊണ്ട് ദൂരവേ വരുന്നു ഒരു മഞ്ചം. അവിടെ ചെന്ന് മഞ്ചം തൊട്ട് നിർത്തി, ബാല്യക്കാരാ സ്റ്റാൻഡപ്പ് എന്ന് പറഞ്ഞുടനെ അവൻ എഴുന്നേറ്റ് പോയി. ഓട്ടന്നേ മരിച്ച് 4 നാളായ ലാസർ മരിച്ചവനായിരുന്നു, നാറ്റം വെച്ചിരുന്നു, അവനു ഉയരേകിയ ദൈവശബ്ദം ഇന്നു നിന്നിൽ മുഴങ്ങിടട്ടെ. ഇതൊക്കെ നമ്മൾ പാടിവിടുമെന്നല്ലാതെ ഒന്നും നടക്കുന്നില്ല പ്രിയരെ. എന്താ അതിൻ്റെ കാര്യമൊന്നും എനിക്കറിയില്ല. നമ്മുടെ കർത്താവ് ശവക്കുഴിയിൽ നിന്ന് പോലും
മരിച്ച ശവശരീരങ്ങളെ പൊക്കിയെടുത്ത് പുറത്തു കൊണ്ടുവന്നവനാണ്. കെട്ടഴിപ്പീനവൻ പോകട്ടെ എന്ന് പറഞ്ഞു. അത്ഭുതമാണ്. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഞെട്ടൽ വരും. മന്ത്രിമാർ ഞെട്ടുന്ന പോലെയൊന്നുമല്ല കേട്ടോ. യേശു പറഞ്ഞു, ലാസറേ പുറത്തു വരിക, ലാസറസ് കം ഔട്ട്. ഉടൻ തന്നെ ദൈവത്തിൻ്റെ ദൂതന്മാർ നേരെ പോവുകയാണ്, ഇടിവാളം പായുന്നത് പോലെ അധോലോക പർദീസയിലേക്ക്. അധോലോക പർദീസയിൽ വിശ്രമിക്കുക അന്നേരം ഈ ബഥാന്യക്കാരനായ ലാസർ. അവിടെ ചെന്നപ്പോൾ അവിടെ വലിയ മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, യേശുവിനെക്കുറിച്ചുള്ള പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ബഥാന്യയിലെ ലാസർ, അതൊക്കെ ഞാൻ മരണശേഷം എന്ത് എന്നുള്ള എൻ്റെ ഗ്രന്ഥത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പറഞ്ഞ് സമയം കളയുന്നില്ല പ്രിയരെ. അവിടെ കണ്ട കാഴ്ച അത്ഭുതമായിരുന്നു. അവിടെ വിശുദ്ധന്മാരും എല്ലാമായിട്ട് വലിയ സമ്മേളനം നടക്കുമ്പോൾ ദൂതന്മാർ വന്ന് പറയുകയാണ്, വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പിൻ, മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ എന്നുള്ള ആ പ്രവചനപ്രകാരം ദൂതന്മാർ വന്ന് പറയുകയാണ്, ലാസറസ് മതി, ഇവിടുത്തെ നിൻ്റെ പരിപാടികൾ അവസാനിപ്പിക്കൂ. നിന്നെ ബഥാന്യയിൽ നിന്നുകൊണ്ട് യേശു വിളിക്കുകയാണ്. ഇത് കേട്ട് പെട്ടെന്ന് തന്നെ പർദീസാവാസികൾ എല്ലാം അധോലോക പർദീസയിലാണ്. ഒരു വലിയ യാത്രയപ്പ് കൊടുത്ത കാര്യങ്ങളെല്ലാം ഭാവനാസമ്പന്നരായി നമുക്ക് കാണാൻ സാധിക്കും. കർത്താവ് അവിടെ നിന്ന് യാത്ര പുറത്തു. കർത്താവിന് വേണ്ടി പ്രത്യേകം ചാർട്ടർ ചെയ്തിരുന്ന ഒരു മനോഹരമായ പുഷ്പക വിമാനം പോലെ ഒരു വിമാനത്തിൽ ലാസർ കയറി. എന്നിട്ട് 14 ലോകങ്ങൾ, അതലം, വിതലം, സുതലം, തലാതലം, രസാതലം, മഹാതലം, ജനലോകം, തപോലോകം, സത്യലോകം, ഇങ്ങനെയുള്ള ലോകങ്ങളെല്ലാം മറികടന്ന് ഇതാ ഇവിടെ ലാസറിൻ്റെ ശവക്കല്ലറയുടെ വാതിൽക്കൽ നിൽക്കുകയാണ്. ഒറ്റ ശബ്ദത്തിന് ഉള്ളിൽ ലാസർ പുറത്തു വരികയാണ്. കെട്ടഴിച്ചു വിടുവിൻ, അവൻ പോകട്ടെ. ഇതാണ് നമ്മുടെ കർത്താവ്. കർത്താവ് ഒരു ശവസംസ്കാരം ഇവിടെ നടത്തിയതായിട്ട് ഞാൻ ബൈബിളൊക്കെ നോക്കി കണ്ടില്ല. കർത്താവ് ശവസംസ്കാരം നടത്താനോ? ഇതെന്തൊരു അത്ഭുതമായിരിക്കും. ദൈവത്തിൻ്റെ മുൻപിൽ വന്ന എല്ലാ ശവങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇത് കർത്താവിൻ്റെ മഹത്തരമായൊരു ശുശ്രൂഷയാണ്. അതിനെക്കുറിച്ച് പ്രസംഗിക്കണം പരസ്യ യോഗങ്ങൾ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പ്രിയരെ, എൻ്റെ ഒരാളുണ്ടോ ലോകത്തിൽ? പിന്നെ കർത്താവ് നടന്ന അത്ഭുതങ്ങൾ, നടത്തിയ അത്ഭുതങ്ങളെല്ലാം നമ്മൾ വാദോരാതെ പറയാറുണ്ട്. ഏറ്റവും പ്രധാനമായി പറയേണ്ട ഇതാണ്, സാക്ഷാൽ ദൈവമായിരുന്ന യേശു ക്രിസ്തു ഈ ലോകത്തിൽ ജീവിച്ചത് ഒരു അത്ഭുതകരമായ സത്യമാണ്. ജനനം കൊണ്ട് തന്നെ അത്ഭുതം സൃഷ്ടിച്ചു. പിന്നീടല്ലേ വരുന്ന അവൻ്റെ പഠിപ്പീരുകളും പ്രസംഗങ്ങളും എല്ലാം അതവിടെ നിൽക്കട്ടെ. യേശുവിനെ സംബന്ധിച്ച് ഈ അത്ഭുതങ്ങളുടെ, മഹത്തരമായ അത്ഭുതങ്ങളുടെ പുത്തൻ ചിന്തകൾ ഒരു ഞുറുങ്ങായി ഇന്ന് ഞാൻ നിങ്ങൾക്ക് തരികയാണ് പ്രിയരെ. ആശ്ചര്യമേ ഇത് ആരാൽ വർണ്ണിച്ചിടാം, കൃപയെ കൃപയെ എന്ന് പാടിക്കൊണ്ട് ഞാൻ ഇന്നത്തെ എൻ്റെ ലഘു സന്ദേശം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.